പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ ആരൊക്കെ അടുത്ത സീസണിൽ ഉണ്ടാകും? ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്നൊരു വാർത്ത. സമഗ്രമായി തന്നെ നമുക്ക് നോക്കാം. വീട്ടിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 95% പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ISL അപ്ഡേറ്റുകൾക്കും ഇനി ട്രാൻസ്ഫർ ന്യൂസൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മൾ തയ്യാറാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്താനായി നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോടെ തന്നെ കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നുറപ്പുള്ള 2 വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറുഗ്വൻ നായകനായ അഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ മിലോസ് ഡ്രിൻസിച്ചും. മിലോസ് ഡ്രിൻസിച്ച് ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കിയിട്ടില്ലെങ്കിലും താരം തുടരുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ലൂണ 2027 വരെ കരാർ പുതുക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ലൂണയും തുടരും. ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഇനി അന്തിമ പ്രഖ്യാപനം വരാനായിട്ടുള്ളത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഉറപ്പുള്ളത് ദിമിത്രിയോസ് ഡാമന്തക്കോസ് ഉണ്ട്. ദിമി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് താരം തന്നെ അറിയിച്ചതാണ്. ഇനി അടുത്ത താരങ്ങളുടെ ലിസ്റ്റിലേക്ക് വന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്വാമെ പെപ്രെ, അതുപോലെ തന്നെ ജോഷുവ സൊട്ടിരിയോ, ഫെദോർ സെർണിച്ച്, ഈ 3 താരങ്ങളിൽ ഒരു താരം നിലനിൽക്കും. അതിൽ ഏത് താരമായിരിക്കും നിലനിൽക്കുക എന്നറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിൽ ഫെഡോർ ഒഴികെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജോഷുവയ്ക്കും അതുപോലെ തന്നെ ക്വാമെ പെപ്രയ്ക്കും ബ്ലാസ്റ്റേഴ്സുമായി ഇനിയും 1 വർഷത്തെ കരാറുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഫെദോറിനെ ആയിരിക്കും നിലനിർത്താൻ കൂടുതൽ സാധ്യതകൾ കാണുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത വിദേശ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ദിമി ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ജസ്റ്റിൻ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡൈസൂക്കെ സക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിച്ച് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ വൻ കൊഴിഞ്ഞുപോക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ തുടരും എന്നുറപ്പുള്ള 2 വിദേശ താരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒരാൾ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും മറ്റൊന്ന് മിലോസ് ഡ്രിൻസിച്ചുമാണ്. കൂടാതെ ഫെദോർ 50% തുടരാൻ സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും ഈ 3 വിദേശ താരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വിദേശ താരങ്ങളും ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ മുൻപിൽ കാണേണ്ടത്. എന്തു തന്നെയായാലും ഏതൊക്കെ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളിൽ ആരൊക്കെ പുറത്താക്കും, അതുപോലെ തന്നെ ആരൊക്കെ നിലനിർത്തും എന്നതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ലൂണയും അതുപോലെ തന്നെ മിലോസും തുടരാൻ സാധ്യതകൾ 100% ലൂണ തുടരുമെന്നുള്ളത് 100% കൺഫേമാണ്. ഇനി മിലോസിൻ്റെ കാര്യം അറിയേണ്ടതുണ്ട്. മിലോസ് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫെഡോറും തുടരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും.